പുക ദൃശ്യങ്ങൾ കാണാം. അവിടെ ഈ പറഞ്ഞതുപോലെ പുക ഉയരുന്നുണ്ട്. ആ പ്രദേശത്ത് കാര്യമായ പുകയുണ്ട്. മുറിക്കകത്ത് കാര്യമായ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. ജീവനക്കാരൻ ഒന്നും അറിഞ്ഞൂടാ കാര്യങ്ങളൊന്നും. എന്റെ ഹസ്ബൻഡാ മൂന്നാമത്തായി വളരെ ഉപകാരം. ഇതെല്ലാം ആശങ്കയുടെ ഒരു പ്രതിഫലനങ്ങളാണ് രഞ്ജിത്ത്. സ്വാഭാവികമായും അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ അകത്തുള്ളപ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രശ്നങ്ങളുണ്ടാകാം. ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നാണോ? അകത്തെന്താ അറിയാമോ സംഭവം? സ്വാഭാവികമായി അത്തരമൊരു കൃത്യമായ വിവരം ആർക്കും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ആളുകളെ പരമാവധി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ഈ അടുത്ത ബന്ധുക്കൾ തന്നെ അകത്തുള്ളതുകൊണ്ട് അതിൻ്റെതായ ഒരു വിഷമകരമായ സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ നമുക്കിവിടെ കൂടി നിൽക്കുന്ന കാണാം. ഇവിടെ ഈ കൂട്ടിരിപ്പുകാരൊക്കെ വന്നു നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ആശുപത്രിക്കകത്ത് എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല രഞ്ജിത്ത്. തീർച്ചയായും എന്താണ് അകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതിൽ വ്യക്തതയില്ല. ആരെയും അങ്ങ് അകത്തെ കയറ്റി വിടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒരു വിശദീകരണം ഉണ്ടാകേണ്ടത് മെഡിക്കൽ കോളേജ് ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടുത്തെ പേഷ്യന്റെല്ലാം മാറ്റിയിട്ടുണ്ട്. സേഫ് ആയിട്ടുണ്ട്. ഈ നിയന്ത്രണത്തെയുമായിരുന്നു. ഫയർഫോഴ്സ് പോയിട്ടുണ്ട്. ബസ് ഫ്ലോർ ഒന്നാം നിലയിലെ സർജിക്കൽ ഐസിയുലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമായ വിവരമൊന്നും ഇവർക്കും ലഭ്യമല്ല. ആളുകൾ സ്വാഭാവികമായും യന്ത്രങ്ങളൊക്കെ ഈ ആശുപത്രിക്ക് ഉള്ളിൽ ഉപയോഗിക്കുന്ന ഈ യന്ത്രങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ കൂടി കാണാമെന്ന് കരുതുന്നു. പരമാവധി വിലപിടിപ്പുള്ള യന്ത്രങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ആളുകളെ ഏറെക്കുറെ ഒഴിപ്പിച്ചിരുന്നു. അല്ല, അത് ഞാൻ പറയാൻ അധികാരപ്പെട്ട ഞാനല്ല. അല്ലല്ല, ആർക്കും ജീവൻ അപകടം ഇല്ല ഉറപ്പാണ്. എല്ലാവരും മാറ്റി. ഇനി കൂടുതൽ പേരെ അടിയന്തരമായിട്ട് ഞാൻ പറയാൻ ആളല്ല. സൂപ്രണ്ട് ഞാനല്ല. ഞാനൊരു ഡോക്ടറാണ്. അധികാരപ്പെട്ട ഒരു സൂപ്രണ്ടാണ്. ഞാനല്ല. ആർക്കും അപകടമുണ്ടായിട്ടില്ല. ആർക്കും ജീവന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമോ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. ആളുകളെയൊക്കെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും കൂടുതൽ ആളുകളെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഈ അകത്തുള്ള യന്ത്രഭാഗങ്ങൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ ഡോക്ടറുടെ വാക്കുകൾ നമുക്കുള്ളത്. ആർക്കും ജീവൻ അപകടം. സൂപ്രണ്ട് ആശുപത്രി സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനമാണ്. തീപിടുത്തമുണ്ടായ സർജിക്കൽ ഐസിയുല്ല. ഒരു വെന്റിലേറ്ററിലാണ്. ഒന്നാം നിലയിൽ ഒരു വെന്റിലേറ്ററിലാണ്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വഴി പടരാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പം തന്നെ അത് ഓഫ് ചെയ്ത് വെന്റിലേറ്ററിലുള്ള ഫയറാണ്. അപ്പോൾ അവിടെ പേഷ്യന്റൊക്കെ നമ്മൾ മാറ്റി. ആ പേഷ്യന്റ് എല്ലാവരും സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞു. വേറെ ഐസിയുലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി 7ാം വാർഡ് 8ാം വാർഡും 100ഓളം ബെഡ് നമുക്ക് എല്ലാം ഐസിയു സജ്ജമാക്കാൻ പറ്റുന്ന വാർഡാണ്. അപ്പോൾ അവിടത്തേക്കുള്ള അവിടെ സജ്ജീകരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇലക്ട്രിക്കൽക്കാരായിട്ടും PWDക്കാരായിട്ടും ഇപ്പോൾ മറ്റ് ഫ്ലോറുകളിലൊന്നും പ്രശ്നമില്ല. അവിടെ നിന്നും പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ തൽക്കാലം കാർഡിയോതൊറാസിക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേട്ടോ, ഈ ബ്ലോക്കിൽ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോറിലുള്ള എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. ആർക്കും ആപത്തില്ല. പൊള്ളലോ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തീ പിടിച്ചത് ഫസ്റ്റ് ഫ്ലോറിലെ സർജിക്കൽ ഐസിയുലാണ്. മെഷീൻ വെന്റിലേറ്ററിലാണ് തീ തുടർന്നത്. അപ്പൊ അതിന്റെ കാരണം നോക്കണം. ഇനി ബാക്കി ഇലക്ട്രിക്കൽക്കാരെല്ലാരും വന്ന് അവർ പരിക്കായിട്ടൊന്നുമില്ല. നമ്മൾ ഇന്ന് വീണ്ടും ഈ മാറ്റിയവരെ ഒന്നും കൂടി പരിശോധിച്ച ശേഷം എല്ലാവരും വിശദമായിട്ട് പരിശോധിച്ച ശേഷം നമ്മൾ പറയാം. ഇപ്പൊ അവിടെ എല്ലാവരും സേഫായിട്ട് മാറ്റി കഴിഞ്ഞു.
ആർക്കും പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ എച്ച്ഒഡിമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്, എല്ലാ സീനിയർ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്, എല്ലാ ഫാക്കൽറ്റീസിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ സ്മോക്ക് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് നമ്മൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് സ്റ്റാഫിനെ ഇവാക്യുവേറ്റ് ചെയ്ത് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. ഓക്സിജൻ സിലിണ്ടർ അല്ല, വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് തോന്നുന്നത്. എന്താണെന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസ് ഇപ്പൊ സേഫാണ്, ആർക്കും ഇതില്ല. ആശ്വാസകരമായ രോഗികളെല്ലാം സുരക്ഷിതരാണെന്ന് DME ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വ്യക്തമാക്കുകയാണ്. രോഗികൾക്കാർക്കും പരിക്കില്ല, രോഗികൾക്കാർക്കും ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടില്ല. അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വെന്റിലേറ്ററിലാണ്, സർജിക്കൽ ICUവിന്റെ വെന്റിലേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. അവിടെ നിന്ന് രോഗികളെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു, അവിടെ നിന്ന് ജീവനക്കാരെ ഒഴിപ്പിച്ചിരിക്കുന്നു. കാര്യമായ അപകടം ആർക്കുമില്ല. ഏതായാലും അവിടെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ പുക മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ അതിനുള്ള പുക മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. സ്വാഭാവികമായും മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ ഘട്ടത്തിലില്ല. ആ ഒരു ഫ്ലോർ പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നാണ് DME തന്നെ വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ആ ഒരു ഫ്ലോറിൽ നിന്ന് പൂർണ്ണമായും രോഗികളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ഒക്കെ ഒഴിപ്പിച്ചിരിക്കുന്നു. രഞ്ജിത്ത്, അരുൺ തുടരുന്നുണ്ട്. അരുണ്, തൽക്കാലം കാഷ്വാലിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അപകടമൊന്നുമില്ല, രോഗികളെ മൊത്തം മാറ്റിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പരിഭ്രാന്തി ഉണ്ടല്ലേ കാര്യമായി? കാരണം അത്യാഹിത വിഭാഗത്തിലൊക്കെയുള്ള രോഗികളൊക്കെ കാണും, അവർക്കുള്ള തുടർ ചികിത്സ ഉറപ്പാക്കണം, അതിനുള്ള പരിശ്രമത്തിലാണ് ഡോക്ടർമാരെന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഈ രോഗികളെ മുഴുവൻ